പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഭർത്താവിനും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഈ ഒരു എക്സ്പെക്റ്റേഷൻ പലപ്പോഴും റിയാലിറ്റിയിൽ സംഭവിക്കാതെ വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ താളത്തെ തന്നെ തെറ്റിച്ച് കളയുന്ന ഒരു വിഷയമാണത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴേ നമുക്കറിയാം, ആ ഒരു ഹണിമൂൺ പീരീഡിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ. പരസ്പരം എല്ലാം തുറന്നു പറയും. അവളെന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ഇങ്ങനെ കാത് കുറിപ്പിച്ചിരുന്ന് കേൾക്കും, അവളോട് സ്നേഹത്തോടെ മറുപടി കൊടുക്കും. തിരിച്ചും അങ്ങനെ തന്നെ എന്തെങ്കിലും അവളോട് പറയണമെങ്കിൽ മോളെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് കാര്യങ്ങൾ പറയും. ഇതിൽ നിന്നൊക്കെ കുറച്ച് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു പറയുന്നത് കേൾക്കാനുള്ള മനസ്സും അതുപോലെ തന്നെ തൻ്റെ മനസ്സിലുള്ളത് സ്നേഹത്തോടെ പറയാനുള്ള ഒരു താല്പര്യമൊക്കെ പതിയെ പതിയെ ഇല്ലാതെയാകും, തുറന്ന് പറച്ചിലുകളില്ലാതെയാകും. അപ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം തുടങ്ങുന്നത്. അത് തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. പിന്നെ സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ പണ്ടെപ്പോഴോ നടന്നത് ഓർത്ത് നമ്മളിങ്ങനെ കഴിയേണ്ട അവസ്ഥയൊക്കെയാണ്. എപ്പോഴും കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരിക്കും. അപ്പം എന്തിനാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോണത്? ഒരിക്കൽ കുറേ ആളുകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി, കുറേ പുരുഷന്മാരാണ്. ഒരാൾ പറയുന്നുണ്ട്, ഞാൻ എന്തൊരു ലക്കിയാടാ, എനിക്ക് അങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടിയത്. അവൾക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ, എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി അവൾ ഒരുപാട് പരിശ്രമിക്കും. എനിക്ക് ഒരു കാര്യം അവളോട് പറഞ്ഞാൽ ഉടൻ തന്നെ അവളത് ചെയ്തു തരും. പിന്നീടൊരു സമയത്ത് അത് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വരാറില്ല. അതേ ഒരു അവസരം പിന്നീട് വരികയാണെങ്കിൽ തന്നെയും ഞാൻ അന്ന് പറഞ്ഞതോർത്ത് അതേപോലെ തന്നെ അവൾ ചെയ്തോളും. ഞാനേ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ അവൾ വരും. എൻ്റെ ബാഗൊക്കെ ആയിട്ട് വന്ന് വാതിൽ തുറന്ന് തന്ന് അവിടെ ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ വണ്ടിയിലേക്ക് എൻ്റെ ബാഗ് വെച്ച് തരും. ഞാനിങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവൾ എനിക്ക് ടാറ്റ തന്നവിടെ നിൽപ്പുണ്ടാവും. എന്തൊരു ഭാര്യയാണത്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇവനിത് പറയുമ്പോൾ അവിടെ വേറൊരാളുണ്ടാവും. അവനിങ്ങനെ ചിന്തിക്കും, എന്തൊരു ഭാഗ്യമാണ് ഇവൻ്റെയൊക്കെ, എനിക്കുണ്ട് വീട്ടിലൊരെണ്ണം. ഒരു കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു 100 തവണ അവളോട് പറയണം, എന്നാലാണൊന്ന് എഴുന്നേൽക്കുള്ളൂ, ഒരു കാര്യം ചെയ്യുള്ളൂ. ഞാൻ എന്തോരം ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊന്ന് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് വരാനായിട്ട്. ആ പടു വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തേക്ക് പോലും വരില്ല. ഞാൻ തന്നെ വാതിലടച്ചിട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇവനിങ്ങനെ മാർക്കിടാണ്. അവൻ്റെ ഭാര്യയ്ക്ക് 10 കൊടുക്കാം, എൻ്റെ കെട്ടിയോക്ക് 10 വേണമെങ്കിൽ 1/2 മാർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിന്തയും കൊണ്ടാണ് അവൻ തൻ്റെ വീട്ടിലേക്ക് പോണത്. അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെപ്പോലെ എൻ്റെ ഭാര്യയും ആകണം എന്നുള്ളതാണ്. പക്ഷേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ ഈ മാർക്ക് കുറച്ചിട്ടത് കൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ അത് റിയാലിറ്റിയിൽ വരില്ല. അവൻ പിന്നെ അവിടെ നടക്കുന്നതൊക്കെ കുറ്റമായിട്ടേ കാണുള്ളൂ. അവൻ്റെ ഭാര്യ എന്ത് ചെയ്താലും കുറ്റം, അവൾ എന്തൊരു ചെറിയ കാര്യം പറഞ്ഞാലും കുറ്റം. കാരണം അവൻ 1/2 മാർക്കേ കൊടുത്തിട്ടുള്ളൂ. അവൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തത് കിട്ടുന്നില്ല, ആ റിയാലിറ്റിയിൽ അനുഭവിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നല്ലത് ചെയ്താൽ പോലും ചില ഘട്ടങ്ങളിൽ അവനതിൽ കുറ്റം കണ്ടെത്തുന്ന മനസ്സായിരിക്കും ഉണ്ടാവുക.